നീണ്ടൊരു ഇടവേളയ്ക്ക് ശേഷം ഇതാ ഇന്ദുചൂടൻ ഇറങ്ങുന്നു എന്ന് പറയുന്ന പോലെ ബേബിക്കുട്ടി ഡാൻസ് ക്ലാസ്സിന് പോവുകയാണ് കേട്ടോ. 4 മണിക്കായിരുന്നു ഡാൻസ്. അപ്പോൾ കുറച്ച് കുട്ടികൾക്കൊക്കെ ഡാൻസ് ഉണ്ടായിരുന്നു അന്ന്. ഓരോ ശനി ഞായർ അങ്ങനെയൊക്കെ ആയിട്ടാണ് കേട്ടോ ഡാൻസ് വെക്കുന്നത്. കുറച്ച് കുട്ടികൾക്ക് ശനിയാഴ്ച, കുറച്ച് കുട്ടികൾക്ക് ഞായറാഴ്ച. അപ്പോൾ അവിടെ എന്നും ഉണ്ടാവുന്ന ഒരു പൂജയാണ് കേട്ടോ അത്. അവിടുത്തെ സ്ഥിരം അതിഥിയാണ്. അപ്പോൾ വൈകുന്നേരം ഒരു 4 മണിയൊക്കെ കഴിഞ്ഞപ്പോൾ ഞങ്ങളിത് അവിടേക്ക് ചെന്നു. അപ്പോൾ ഇവരൊക്കെ ഒരു ടീമാണ്. അപ്പോൾ അവൾ സ്റ്റെപ്സൊക്കെ കുറേ മറന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് പ്രാക്ടീസ് ചെയ്യുമായിരുന്നു പുറത്ത് ഇറങ്ങിയിട്ട്. അപ്പോൾ അകത്ത് വേറൊരു കുട്ടീനെ കളിപ്പിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇവിടെയാണ് ഡാൻസ് അവളേനെ പഠിപ്പിക്കുന്നത്. ആതിര എന്നാണ് അവളുടെ ഡാൻസ് പഠിപ്പിക്കുന്ന ചേച്ചിയുടെ പേര്. അപ്പോൾ അവൾ കുറച്ച് സ്റ്റെപ്സൊക്കെ ഇങ്ങനെ നോക്കി നോക്കുകയാണ് കേട്ടോ. അപ്പോൾ കുറേ തെറ്റിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ കൂടെ പലതൊന്നും ഓർമ്മയില്ല. എത്രയായാലും എന്തായാലും മറക്കുമല്ലോ, കാരണം പ്രാക്ടീസ് ചെയ്യണമൊന്നുമില്ല. ഇനിയിപ്പോൾ പരിപാടികളൊക്കെ വരുമ്പോഴല്ലേ ഇങ്ങനെ കളിക്കാൻ പറ്റുള്ളൂ. പിന്നെ ക്ലാസിക്കൽ ഡാൻസാണ്, അരങ്ങേറ്റമൊക്കെ ആകുമ്പോഴേക്കും കുറേ ടൈം എടുക്കും. തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. ബേസിക് സ്റ്റെപ്സൊക്കെയാണ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാനേ ഡാൻസ് പഠിച്ചിട്ടില്ല, പക്ഷേ ഇവളിലൂടെ ഞാനത് നിറവേറ്റി അവളെന്നെ പഠിപ്പിക്കാമെന്ന് ഞങ്ങൾ തീരുമാനത്തിലെത്തി. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ ഗൈസ്. ഇപ്പോൾ ഡാൻസിൻ്റെ ഒരു ചെറിയൊരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. നിങ്ങൾക്ക് ഇങ്ങനെ ഡാൻസ് പഠിക്കണമെന്ന് ആഗ്രഹമുള്ള കുട്ടികളാണെങ്കിൽ അപ്പം തന്നെ പോയി പഠിക്കുക കേട്ടോ. ഒന്നും പിന്നത്തേക്കായിട്ട് മാറ്റി വെക്കരുത്.